കനത്ത മഴയെ തുടർന്ന് അവതാളത്തിലായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇനിയും സാധാരണ നിലയിലേക്ക് മടങ്ങിയിട്ടില്ല. ടെർമിനൽ 1-ൽ വിമാനങ്ങൾ എത്തിത്തുടങ്ങിയതായി അധികൃതർ അറിയിച്ചു. ഇന്ന് പല സർവീസുകളും മുടങ്ങും. എമിറേറ്റ്സിന്റെ വിമാനങ്ങൾ ഇന്ന് അർദ്ധരാത്രി വരെ ദുബായിൽ നിന്ന് സർവീസ് നടത്തില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകാൻ ദുബായിൽ നിന്ന് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നുണ്ട്. ഷിനോജ്, 75 വർഷത്തിനിടെ ഇത്രയും ഒരു ദുരിതം ദുബായിലെ ആളുകൾ കണ്ടിട്ടില്ല. ഇനി സാധാരണ നിലയിലേക്ക്, പൂർവ്വസ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്താൻ എത്ര സമയമെടുക്കും? നിലവിലെ സ്ഥിതി എന്താണ്? ഏതൊക്കെ വിമാനങ്ങൾ മുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട്? വിവരങ്ങൾ എങ്ങനെ? രേഷ്മ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നേരത്തെ രേഷ്മ സൂചിപ്പിച്ച പോലെ ടെർമിനൽ 1-ലേക്ക് വിമാനങ്ങൾ എത്തിത്തുടങ്ങി എന്നുള്ളതാണ്. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ ടെർമിനൽ 1-ലേക്ക് വിമാനങ്ങൾ എത്തിത്തുടങ്ങി. ഇതുവരെ ദുബായിലേക്ക് വരുന്ന എല്ലാ വിമാനങ്ങളും സമീപത്തെ മറ്റു വിമാനത്താവളങ്ങളിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു. ദുബായ് വിമാനത്താവളത്തിന് 3 ടെർമിനലുകളാണ് ഉള്ളത്. 1, 2, 3 അങ്ങനെ 3 ടെർമിനലാണുള്ളത്. അതിൽ മൂന്നാമത്തെ ടെർമിനൽ പൂർണ്ണമായും എമിറേറ്റ്സ് വിമാനങ്ങൾക്കാണ്. എമിറേറ്റ്സ് വിമാനങ്ങൾ ഇന്ന് അർദ്ധരാത്രി വരെ യാതൊരു യാത്രാ നടപടികളും സ്വീകരിക്കുന്നില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ടെർമിനൽ 2-ലേക്ക് കേരളത്തിലേക്ക് നിന്നുള്ള അടക്കമുള്ള വിമാനങ്ങൾ എത്തുന്നത് ടെർമിനൽ 1-ലേക്കും 2-ലേക്കുമാണ്. അതിൽ 2-ലേക്കുള്ള സർവീസുകൾ ഇനിയും പുനരാരംഭിച്ചിട്ടില്ല. അത് ഇനിയും വൈകും എന്നുള്ള ഒരു സൂചനയാണ് ദുബായ് വിമാനത്താവള അധികൃതർ നൽകിയിട്ടുള്ളത്. ഷാർജ വിമാനത്താവളം ഇന്ന് 4 മണി മുതൽ സർവീസ് പുനരാരംഭിച്ചിട്ടുണ്ട്. എയർ അറേബ്യ വിമാനങ്ങൾ 4 മണി മുതൽ, ഇന്ന് പുലർച്ചെ 4 മണി മുതൽ ഇവിടെ നിന്ന് സർവീസ് ആരംഭിച്ചു എന്നാണ്. നിരവധി വിമാനങ്ങൾ ഷാർജയിലും മുടങ്ങിയിരുന്നു. അതിലെ യാത്രക്കാർക്ക് നഷ്ടപരിഹാരവും റീബുക്കിംഗ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കാമെന്നുള്ള ഒരു അപ്ഡേറ്റാണ് ഷാർജ വിമാനത്താവളത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ 75 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയിൽ മിക്ക റോഡുകളും വെള്ളക്കെട്ടിലായിരുന്നു. ഇപ്പോൾ എൻ്റെ പിറകിൽ കാണുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൻ്റെ ഒരു ഭാഗമാണ്. അവിടെ ഇപ്പോഴും വെള്ളക്കെട്ടുണ്ട്. എന്നാലും യാത്രയെ കാര്യമായിട്ട് ബാധിക്കുന്ന വിധത്തിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ട്. വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന ഒരു രീതിയിലേക്ക് വെള്ളക്കെട്ട് മാറിയിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് പലയിടങ്ങളിലും ഗതാഗതം പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ പൂർണ്ണമായും വെള്ളക്കെട്ട് മാറിയിട്ടുമില്ല. പ്രധാന ഹൈവേകളിൽ തന്നെ ഇപ്പോഴും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. സാധാരണ നിലയിലേക്ക് ദുബായ് വിമാനത്താവളവും അതേപോലെ തന്നെ UAE-യിലെ ജനജീവിതവും മടങ്ങാൻ ഒരു 2 ദിവസമെങ്കിലും പൂർണ്ണമായും എടുക്കുമെന്നുള്ളതാണ് സൂചന. കഴിഞ്ഞ ഒരു 18 മണിക്കൂറിനിടെ UAE-യിൽ മഴയുണ്ടായിട്ടില്ല. മഴ നിർദ്ദേശങ്ങളെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. അല്പം ചൂട് കൂടി വരുന്ന ഒരു കാലാവസ്ഥയാണ് UAE-യിലുള്ളത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ വെള്ളം പിൻവലിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. രേഷ്മ, ശരി, ഷിനോജാണ് വിവരങ്ങൾ നൽകിയത്.